ഹായ് ഹലോ വെൽക്കം ബാക്ക്. പിന്നെയും കേക്കാണോ എന്ന് ചോദിക്കരുത് കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കേക്കായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പഴം വാങ്ങാറുണ്ട്. അതെങ്ങനെയായാലും ഒരു 2 ദിവസം കഴിയുമ്പോൾ ഈ ഒരു പഴുത്ത് കറുത്ത് തുടങ്ങിയ അവസ്ഥയാവും. നമുക്ക് ആ പഴം കഴിപ്പിക്കാനുള്ളൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. മീഡിയം സൈസ് 2 പഴം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പൊടി ചേർക്കാം കേട്ടോ. മറ്റേ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരപ്പൊടി കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാം. ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ആ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡോളം അടിച്ച് അവിടെ ഇരിക്കട്ടെ, മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. ഗോതമ്പ് പൊടിയോ മറ്റേ നമ്മുടെ റാഗി പൊടിയോ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1-2 തവണയായിട്ട് നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോസൊക്കെ കാണാറുണ്ടെങ്കിലും ലൈക്ക് വളരെ കുറവാണ് കേട്ടോ. ലൈക്കും കമൻറ്റും കിട്ടാറേ ഇല്ല, അതെന്താണെന്ന് അറിയില്ല. പോട്ടെ, ഇനി നമുക്ക് കേക്കിലേക്ക് വരാം. പഴത്തിൻ്റെ കുറച്ച് ചെറിയ പീസുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല, അത് കുക്കാകുമ്പോൾ റെഡി ആയിക്കോളും. നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് എടുത്ത് അതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇതിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന്, ഡയറി മിൽക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ചോക്കോ ചിപ്സ് ആണുള്ളെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലോഫ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. നമ്മളൊരു 15 സെക്കൻഡൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. ഇനി വീണ്ടും കുറച്ച് ആഡംബരത്തിന് കുറച്ച് ചോക്ലേറ്റ് ചങ്ക്സും ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വെയിറ്റും കൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് ആയപ്പോഴേക്കും കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നേ. 30 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നേ കേക്കിൻ്റെ. അപ്പോൾ ഞാൻ ഓപ്പണാക്കി നോക്കിയപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കുറച്ചുകൂടെ കുക്കാവാനുണ്ട്. പിന്നെ 45 മിനിറ്റ്സ് ആകുമ്പോഴും നമ്മളിത് ചില ഭാഗങ്ങളിൽ ഇങ്ങനെ സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ അതിൽ എന്തോ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. അത് ചോക്ലേറ്റ് മെൽറ്റ് ആയതാണ് കേട്ടോ. 45 മിനിറ്റ്സൊക്കെ ആകുമ്പോഴേക്കും കേക്ക് നല്ല സെറ്റായിട്ടുണ്ടാവും. പിന്നെ നമുക്കിതിനെ ആ ഒരു നല്ല ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് ചൂടോടുകൂടിയും കഴിക്കാം, തണുപ്പിച്ചും കഴിക്കാം. പക്ഷേ എനിക്കിഷ്ടമായത് നല്ല ചൂടോടുകൂടി കഴിക്കാനാണ്. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇതിന് ആ ഒരു പഴത്തിൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നേ. പഴത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. കുറച്ച് ചോക്ലേറ്റ് സോസോ മറ്റേ നമ്മുടെ ന്യൂട്രല്ലയോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.